ഇന്ത്യയുടെ അയൽരാജ്യമായ നേപ്പാളിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതമാണ് ഇസ്ലാം. ഏകദേശം 15 ലക്ഷത്തോളം മുസ്ലിങ്ങൾ നേപ്പാളിൽ താമസിക്കുന്നു. നേപ്പാളിന്റെ ജനസംഖ്യയുടെ 5% ഇപ്പോൾ മുസ്ലിങ്ങളാണ്. നേപ്പാളിലെ മുസ്ലിങ്ങൾ 5 വിഭാഗങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. കാശ്മീരി മുസ്ലിങ്ങളും ബീഹാരി മുസ്ലിങ്ങളും മദേശി മുസ്ലിങ്ങളും ഗോർഖാലി മുസ്ലിങ്ങളും ഒറിജിനൽ നേപ്പാളീസ് മുസ്ലിങ്ങളും ഇവിടെയുണ്ട്. ദക്ഷിണേഷ്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നേപ്പാളിലേക്ക് മുസ്ലിങ്ങൾ കുടിയേറിയിട്ടുണ്ട്. അതിനു പുറമെ സെൻട്രൽ ഏഷ്യയിൽ നിന്നും ചൈനയിലെ ടിബറ്റിൽ നിന്നും മുസ്ലിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ 80% താമസിക്കുന്നത് ടെറായി പ്രദേശത്തിലാണ്. പിന്നെ നേപ്പാളിന്റെ മിക്കവാറും എല്ലാ ഭാഗത്തും മുസ്ലിങ്ങളെ കാണുവാൻ പറ്റും. റൗത്താഹാത്ത് ജില്ലയിൽ 17% മുസ്ലിങ്ങളാണ്. പാർസ ജില്ലയിൽ 17% മുസ്ലിങ്ങളുണ്ട്. ബാങ്കി ജില്ലയിൽ 16% മുസ്ലിങ്ങളാണ്. നേപ്പാളിന്റെ തലസ്ഥാനമായ കാത്മണ്ഡുവിൽ 22,000 മുസ്ലിങ്ങൾ താമസിക്കുന്നു. നേപ്പാളിലെ ഏറ്റവും അറിയപ്പെടുന്ന മുസ്ലിം പള്ളി പഞ്ചകാശ്മീരി തക്കിയ മസ്ജിദാണ്. 15-ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി ഉണ്ടാക്കിയത്. നേപ്പാളിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽപ്പെട്ടതാണ് പഞ്ചകാശ്മീരി തക്കിയ മസ്ജിദ്. ഇപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിയിട്ടുണ്ട്. ഒരു പ്രയർ ഹാളും ഒരു അനക്സും ഒരു മദ്രസയും ഇവിടെയുണ്ട്. അതിനു പുറമെ 2 ദർഗകൾ കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ധാരാളം തീർത്ഥാടകർ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. നേപ്പാളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കയിലെ പ്യൂ റിസർച്ച് സെന്ററിന്റെ അഭിപ്രായത്തിൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ മുസ്ലിങ്ങൾ രാജ്യത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മതമാവുകയും ജനസംഖ്യയുടെ 7% എത്തിച്ചേരുകയും ചെയ്യും. നേപ്പാൾ ഒരു മതേതര രാജ്യമാണ്. നേപ്പാളീസ് ഭരണഘടനയിൽ എല്ലാ മതങ്ങൾക്കും തുല്യമായ സ്ഥാനമാണുള്ളത്. നേപ്പാളിലെ ജനസംഖ്യയിൽ 81% ഹിന്ദുക്കളും 9% ബുദ്ധമത വിശ്വാസികളുമാണ്. ഇന്ത്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിന്ദുമത വിശ്വാസികളുള്ള രാജ്യമായി നേപ്പാൾ അറിയപ്പെടുന്നു. ഗൗതമ ബുദ്ധയുടെ ജന്മസ്ഥലം എന്ന നിലക്കും നേപ്പാളിന് ബുദ്ധമതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നേപ്പാൾ ഒരു മൾട്ടി കൾച്ചറൽ, മൾട്ടി എത്നിക്, മൾട്ടി ലിംഗ്വൽ, മൾട്ടി റിലീജിയസ് രാഷ്ട്രമായി അറിയപ്പെടുന്നു.